ഹലോ. എടാ നീ എവിടെയാണ്? എടാ എനിക്ക് തന്നെ നേരിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഞാൻ നേരിട്ട് ഇവിടെ വരുമ്പോ പറയാം. നീ വേഗം കൊണ്ട് വാ. എന്നോട് പാലത്തിന്റെ അടിയിലുണ്ട്. എന്തിനാടാ കാണുന്നു പറഞ്ഞു? എന്താ കാര്യം പറമനെ? എടാ ഞാൻ പറയാൻ പോണ കാര്യം കണ്ടിട്ട് നീ വഴക്കിടാനോ ദേഷ്യപ്പെടാനോ നിൽക്കരുത്. ഞാൻ കുറച്ച് സീരിയസ് ആണ്. നിന്റെ ഈ സംസാരം കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ സീരിയസ് ആണ്. നീ കാര്യം പറ. എടാ ഞാൻ ഒരു പെങ്കൊച്ചാണ്ട് ഇഷ്ടത്തില. എനിക്ക് അവളെ പിരിയാൻ പറ്റൂല. അത്രക്ക് ഇഷ്ടപ്പെട്ടു. വേണ്ട. എന്ത് വേണ്ടെന്ന്? പെണ്ണ് വേണ്ട. നമ്മുടെ ജീവിതത്തിൽ പെണ്ണ് വേണ്ടെന്ന്, അത്രേ ഉള്ളു. എടാ എനിക്ക് പറ്റൂല. എനിക്ക് അവളെ അത്രക്ക് ഇഷ്ടമാണ്. എനിക്ക് അവളെ മറക്കാൻ പറ്റൂല. ഇടാ, നമ്മളെ രണ്ടുപേരും കൂടെ നമ്മുടെ കൂട്ടത്തിൽ വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. അതിലൊരുത്തിന് തേപ്പ് കിട്ടിയപ്പോ രണ്ടാം ദിവസം അവൻ തൂങ്ങിച്ചത്ത്. ഇതേപോലെ രണ്ടാമത്തെ തേപ്പ് കിട്ടി. അവരുടെ കല്യാണം മുടക്കാൻ വേണ്ടി പോയതാ. അവരുടെ ചേട്ടന്മാരും കൂട്ടുകാരും കൂടി ചേർന്ന് അവന്റെ നടുവ് തല്ലി പിടിച്ചു. അവന് ഇന്നും എഴുന്നേക്കാൻ പറ്റാതെ കിടക്കെ തന്നെയാണ്. അവരുടെ അനുഭവം കണ്ടിട്ടാണ് നമ്മളൊരു തീരുമാനം എടുത്തത്, നമ്മുടെ ജീവിതത്തിൽ പെണ്ണ് വേണ്ടെന്ന്. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടോടാ. അവളെന്നെ ചതിക്കൂല. ഈ വാക്കുകൾ തന്നെയാണ് അവന്മാരോട് ആ പെണ്ണുങ്ങളും പറഞ്ഞത്. നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ വേണ്ടെന്ന് നോക്കാൻ ഞാൻ തയ്യാറില്ല. പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളിലും നീ കയറി ഇടപെടണ്ട. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഓ, അത്രയും വരെയൊക്കെ ആയടാ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിലേ ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ല. ഞാൻ നിന്നോട് ഇങ്ങനെ വഴക്കാണിക്കണതും വാശി കാണിക്കണതേ അവന്മാർക്ക് വന്ന ഒരവസ്ഥ നിനക്ക് വരുമെന്നുള്ള പേടി കൊണ്ടാണ്. നിനക്ക് ആ പെണ്ണിനോടുള്ള സ്നേഹം കൊണ്ടല്ല തലക്ക് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്നോട് എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറൂല. എന്തില്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാക്കണം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം. പിന്നെ നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, അവന്മാർക്ക് വന്ന ഒരവസ്ഥ നിനക്ക് വന്നാൽ ആ വേദന തൂത്താലും മച്ചലും പോവില്ല. അത് വേദനിച്ച് തന്നെ തീർക്കണം കേട്ടാ.